ക്രിസ്തുമസിന് പാവപ്പെട്ട കുടുംബത്തിന് പുത്തൻ ഭവനം ഒരുക്കിയിരിക്കുകയാണ് നെടുപുഴ സെന്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് ഇടവക. 3 മാസം കൊണ്ടാണ് മനോഹരമായ ഒരു ഭവനം ഇവർ നിർമ്മിച്ചിരിക്കുന്നത്. സ്വന്തമായി ഒരു വീടില്ലാതെ വാടക വീടുകൾ മാറി മാറി പോകേണ്ട അവസ്ഥയിൽ കഴിയുന്ന പാവപ്പെട്ട കുടുംബങ്ങളുടെ ദയനീയ അവസ്ഥയിൽ അവരെ സഹായിക്കാൻ എന്തു ചെയ്യാൻ കഴിയും എന്ന ചിന്തയാണ് ക്രിസ്തുമസിനെ ഉണ്ണീശോയ്ക്കൊരു പുൽക്കൂട് എന്ന പേരിൽ പാവപ്പെട്ടവർക്ക് താമസിക്കാൻ ഒരു ഭവനം ഒരുക്കി നൽകാം എന്ന തീരുമാനത്തിൽ എത്തിയത്. റിയൽ എസ്റ്റേറ്റ് മേഖലയിലുള്ള ഇടവകാംഗം കൂടിയായ ഒരു വ്യക്തി സൗജന്യമായി 4.5 സെന്റ് സ്ഥലം വിട്ടു നൽകി. മുണ്ടൂരിനടുത്ത് പെരിങ്ങന്നൂരിലാണ് സ്ഥലം ലഭിച്ചത്. ക്രിസ്മസ് 2024നോടനുബന്ധിച്ച് നമ്മുടെ നെടുപുഴ ഇടവകയിലെ ഒരു 6ഓളം വീട്ടുകാർ, നമ്മുടെ ഇടവകാംഗങ്ങൾ തന്നെ വാടക വീട്ടിൽ താമസിക്കുന്നുണ്ട്. വളരെ പാവപ്പെട്ട ആളുകൾ. അവർ ഒരിക്കലും സ്വന്തമായിട്ട് ഒരു ഭവനത്തിൽ താമസിച്ച അനുഭവം ഇല്ലാത്തവർ ഒരു 5-6 വീട്ടുകാരുണ്ട്. അവർ ഓരോ സ്ഥലത്തു നിന്ന് ഓരോ കൊല്ലം കഴിയുമ്പോഴേക്കും വാടകയ്ക്ക് അടുത്ത വീട്ടിലേക്ക് പോകേണ്ടി വരുന്നു, അങ്ങനെ അടുത്ത വീട്ടിലേക്ക് പോകേണ്ടി വരുന്നു. അങ്ങനെ വാടകയ്ക്ക് താമസിക്കുന്ന ആളുകളെ കുറിച്ചിട്ട് നമ്മൾ പ്രത്യേകമായിട്ട് ഈ സമയത്ത് ഓർക്കാണ്. ക്രിസ്മസ് അതുപോലെ തന്നെയാണ്. ഔസേപ്പിതാവിനും മാതാവിനെ പ്രസവിക്കാൻ പോലും ഒരു സ്ഥലം അന്വേഷിച്ചിട്ട് കിട്ടായികയാൽ കാലിത്തൊഴുത്തിൽ ഈശോയ്ക്ക് ജനിക്കേണ്ട അവസ്ഥ ഉണ്ടായി. അതുപോലെ നമ്മുടെ ഈ ലോകത്ത് ധാരാളം മനുഷ്യർക്ക് സ്വന്തമായി ഭൂമിയില്ലാതെ, സ്വന്തമായി വീടില്ലാതെ വളരെയധികം ജീവിക്കാൻ പോലും ക്ലേശിക്കുന്ന ധാരാളം ആളുകൾ ഇപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. സ്ഥലം നമുക്ക് ഫ്രീ ആയിട്ട് അങ്ങനെ ഞങ്ങളുടെ ഇടവകാംഗമായ ഒരാൾ, പേര് പറയരുതെന്ന് ആൾ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ആളുടെ പേര് ഞാൻ ഇപ്പോഴും പറയുന്നില്ല. അപ്പോൾ അദ്ദേഹം ഒരു 4.5 സെന്റ് സ്ഥലം, ഇപ്പോൾ ഈ സ്ഥലം നിൽക്കുന്ന സ്ഥലം അദ്ദേഹം നമുക്ക് ദാനമായി നൽകിയതാണ്. വീട് നിർമ്മിക്കാൻ ആവശ്യമായ പണം കണ്ടെത്താനായി പലരെയും സമീപിച്ചപ്പോൾ മികച്ച സഹകരണവും പിന്തുണയുമാണ് ഇവർക്ക് ലഭിച്ചത്. ഞങ്ങൾ കൂപ്പൺ വെക്കാനാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഞങ്ങൾ കൈക്കാരന്മാർ 4-5 പേര് കൂടിയിട്ട് ഇറങ്ങി. നേരത്തെ പറഞ്ഞ പോലെ ജയിക്കപ്പെട്ട ഞങ്ങളുടെ കൂടെ ഫസ്റ്റത്തെ ദിവസം ഉണ്ടായിരുന്നു. അതിൽ ഞങ്ങൾക്കൊരു അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ പാവപ്പെട്ട വീട്ടുകാർ, അതായത് അവർ ആദ്യം തന്നെ പറഞ്ഞു ഞങ്ങൾക്ക് പൈസ ഇല്ല, ക്യാൻസർ രോഗിയാണ് എന്ന് പറഞ്ഞു. ഞങ്ങളെ മടക്കി അയച്ചു. അത് കഴിഞ്ഞ് ഒരു 4 വീട് കഴിഞ്ഞിട്ട് അവർ ഞങ്ങളുടെ അടുത്തേക്ക് വരികയാണ്. നെടുപുഴ പള്ളിയിൽ നിന്ന് സഹായം കിട്ടിയ ആൾക്കാരാണ് അവർ. അപ്പോൾ അവർ നമ്മുടെ അവിടെ നിന്ന് മാറി കോടന്നൂർ ഭാഗത്ത് മാറി താമസിക്കുക. സത്യത്തിൽ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അവർ നമ്മുടെ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരാണെന്ന് പെട്ടെന്ന് മനസ്സിലായില്ല. അപ്പോൾ അവർ ആ ചേച്ചി എന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചീനെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ഞങ്ങൾ വേണ്ടാന്ന് പറഞ്ഞു. എന്നാലും അവർ പറഞ്ഞു നെടുപുഴ പള്ളി ഞങ്ങൾ ഒരുപാട് സഹായിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ നല്ലൊരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ വന്നപ്പോൾ ഞങ്ങളെ മടക്കി അയക്കാനായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല. അപ്പോൾ അവർ വന്നിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഒരു കൂപ്പൺ എടുത്തു. ഞങ്ങൾ പലവട്ടം നിർബന്ധിച്ചു വേണ്ടാന്ന്. പക്ഷേ എന്നിരുന്നാലും തീരെ ഇല്ലാത്തവരാണ്, പാവപ്പെട്ടവരാണ് ഞങ്ങളോട് കൂടുതലും സഹായിച്ചത്. അന്നേ ദിവസം തന്നെ ഞങ്ങളൊരു 10-12 പുസ്തകത്തോളം ഞങ്ങൾ വിറ്റു. ഒരു 3 മണിക്കൂറിനുള്ളിലാണ് ഞങ്ങൾ ആ പുസ്തകം വിറ്റത്. പ്രതിനിധിയിൽ കൈക്കാരനായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ കാലഘട്ടം കഴിയുന്ന സമയത്ത് എൻ്റെ 2 കൂട്ടുകാരന്മാരാണ്, സെൻറ് ആൻസ് പള്ളി ഇടവക്കാരാണ്. അവരുടെ പേര്, ഒരു ചേട്ടൻ്റെ പേര് ജോഫി എന്നും മറ്റേ എൻ്റെ പേര് പോളി എന്നാണ്. അവർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഞങ്ങൾക്കിങ്ങനെ ഒരു പാവപ്പെട്ട ആർക്കെങ്കിലും ഒരു വീട് കൊടുക്കാമെന്നൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ അവർക്ക് ഇൻഡിവിജ്വലായിട്ട് ചെയ്യാൻ കുഴപ്പമുണ്ടായിട്ടല്ല, പക്ഷെ എന്നാലും അതൊരു പള്ളിയിൽ നിന്നാണെങ്കിൽ കുറേ കൂടി നല്ലതാണ്, കൂടുതൽ കാലം അത് മെയിൻറ്റെയിൻ ചെയ്യുമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു അങ്ങനെ കൊടുക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ ഷാജേട്ടൻ ഉണ്ടായിരുന്നു, ഞങ്ങളുടെ ഒപ്പം വർക്ക് ചെയ്തിരുന്ന ഷാജേട്ടനാണ്. ഷാജേട്ടൻ വന്ന് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു അങ്ങനെ ഒരു ആൾ 5 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ഇത് തുടങ്ങിയത്. അത് തുടങ്ങി ആകെ 90 ദിവസം കൊണ്ട് നമ്മളെ വീട് പണി കഴിഞ്ഞു. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ദൈവത്തിൻ്റെ നല്ല കാരുണ്യം ഇതിലുണ്ടായിരുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഇടവകയിലെ കുടുംബാംഗങ്ങളിൽ പലരും വളയും കമ്മലും ഉൾപ്പെടെ സ്വർണ്ണാഭരണങ്ങൾ നൽകിയും ഈ കാരുണ്യ പ്രവൃത്തിയോട് സഹകരിച്ചു. പള്ളിക്കൊരു 34 ലക്ഷം രൂപ കടമായിരുന്നു ഞാൻ വരുന്ന സമയത്ത്. ആ കടം വീട്ടിയത് ഞങ്ങൾ ദശാംശ സമർപ്പണം എന്ന് പറഞ്ഞിട്ട് സാധാരണ ആളുകൾ എല്ലാവരും, എല്ലാ കുടുംബാംഗങ്ങളും മാസത്തിലൊരിക്കൽ അവർക്കുള്ള ദശാംശം ഒരു കവറിലിട്ട് പള്ളിയിൽ സമർപ്പിക്കുന്നതുണ്ട്. ആ സംഖ്യ ഉപയോഗിച്ചിട്ടാണ് ഞാൻ പള്ളിയുടെ കടങ്ങൾ മുഴുവനും വീട്ടിയിട്ടുണ്ടായിരുന്നത് 1 കൊല്ലത്തിൻ്റെ ഉള്ളിൽ. പിന്നെ ആ ദശാംശം ഇങ്ങനെ തുടരുന്നുണ്ടായിരുന്നു. അപ്പോൾ ദശാംശത്തിൽ നിന്ന് കിട്ടുന്ന കുറച്ച് പൈസ കൊണ്ട് നമ്മൾ സാന്ത്വനം, പാവപ്പെട്ടവരെ സഹായിക്കുക, അവരുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങളിൽ പുരപണിയുക, അല്ലെങ്കിൽ രോഗികൾക്ക് സഹായിക്കുക, അതിനൊക്കെയാണ് ആ പൈസ ഉപയോഗിക്കാറ്. അങ്ങനെ ദശാംശ സമർപ്പണത്തിലൂടെയും അതുപോലെ തന്നെ ഒരു കൂപ്പൺ അടിച്ച് 100 രൂപയുടെ കൂപ്പൺ അടിച്ച് ആളുകൾക്ക് വിതരണം ചെയ്തിട്ട് അതിലൂടെ കിട്ടുന്ന പൈസ കൊണ്ടും മറ്റുള്ള രീതിയിൽ സംഭാവനകളൊക്കെ ആയിട്ടുള്ള സ്വീകരിച്ചിട്ടാണ് നമ്മൾ ഈ ഭവനം പണിയുടെ ആശുപത്രിയിലേക്ക് വന്നത്. ഇതിലിരിക്കുന്ന ചില ചേച്ചിമാർ വളകളടക്കം ഊരിത്തന്ന് നമുക്ക് ആ പാവപ്പെട്ടവർക്ക് വീട് പണിയുമ്പോഴേക്ക് എൻ്റെ ഈ വളയിരിക്കട്ടെ എന്ന് പറഞ്ഞു തന്നവരുണ്ട്, ഈ കമ്മലിരിക്കട്ടെ എന്ന് പറഞ്ഞു തന്നവരുണ്ട്.
അങ്ങനെ നമ്മുടെ പിന്നെ കൂപ്പൺ വിൽക്കാൻ പോയപ്പോൾ നാനാജാതി മതസ്ഥരായ വളരെ പാവപ്പെട്ടവരൊക്കെ നന്നായി സഹകരിച്ച കാര്യങ്ങൾ പറയാൻ ഈ ചേട്ടന്മാർക്ക് അങ്ങനത്തെ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവരെന്നോട് പറഞ്ഞു. സ്വന്തം സ്വർണ്ണാഭരണങ്ങൾ പോലും സംഭാവന ചെയ്ത് ഒരു കുടുംബത്തിന് വീടൊരുക്കാൻ മനസ്സ് കാണിക്കുന്ന വനിതകളാണ് ഉണ്ണീശോയ്ക്ക് ഒരു പുൽക്കൂട് എന്ന ഈ കാരുണ്യ പ്രവൃത്തിക്ക് ശക്തി പകർന്നത്. ഇടവകയിൽ ഇങ്ങനെ ഒരു പുതിയ സംരംഭം വേണമെന്ന് വികാരിയച്ഛൻ പറഞ്ഞപ്പോൾ അതിനോട് സഹകരിക്കാൻ പൂർണ്ണ മനസ്സ് കാണിച്ചു. അതുപോലെ മറ്റുള്ളവർ അത് പൂർണ്ണ മനസ്സോടെ എടുക്കട്ടെ എന്നും എല്ലാവരുടെ സഹകരണം ഉണ്ടാവട്ടെ എന്നും ആഗ്രഹിച്ചു. അതുപോലെ അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചു. ദൈവാനുഗ്രഹത്താൽ അതെല്ലാം ഭംഗിയായി പൂർത്തിയാകാൻ ദൈവം ഇടയാക്കി. അപ്പോൾ ദൈവത്തിനും എല്ലാവർക്കും നന്ദി പറയുന്നു. ഇടവകയിലെ MSMI സന്യാസിനി സമൂഹം പൂർണ്ണ പിന്തുണയും പ്രാർത്ഥനയുമായി ഈ ഭവന നിർമ്മാണത്തിൽ പങ്കുചേർന്നു. ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മഹാ അത്ഭുതം തന്നെയാണ്. ക്രിസ്തുമസിനോടനുബന്ധിച്ച് സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു വലിയ സന്ദേശമാണ് ഇതിലൂടെ. ഇത് നേതൃത്വം കൊടുത്ത ബഹുമാനപ്പെട്ട വികാരിയച്ഛനെ അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ. കാരണം ഈ 90 ദിവസത്തിന് ഇത്രയും മനോഹരമായ ഒരു വീട്, ഒരു പുൽക്കൂട് ഇവിടെ ഉയർന്നു വന്നിരിക്കുന്നു. ഒപ്പം സഹകരിച്ച കൈക്കാരന്മാരെയും മുൻ കൈക്കാരന്മാരെയും ഒക്കെ നന്ദിയോടെ ഓർക്കുകയാണ്. പാവപ്പെട്ടവർക്കായി ഒരു ഭവനം ഒരുക്കുമ്പോൾ അത് ഏറ്റവും മികച്ച രീതിയിൽ തന്നെ ഒരുക്കണം എന്ന് ഇവർക്ക് നിർബന്ധമായിരുന്നു. ഇങ്ങനൊരു പുൽക്കൂടിൻ്റെ ആശയം അച്ഛൻ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൻ്റെ അറിഞ്ഞത് നമ്മുടെ വീട് നമ്മൾ കൂടുതൽ ഭംഗിയാക്കാൻ നോക്കും. അപ്പോൾ നമ്മൾ പുതിയ ഒരാൾക്ക്, നമ്മൾ ഒരു പാവപ്പെട്ട ഒരാൾക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ വീടിനേക്കാളും അതിഗംഭീരമായിരിക്കണം. അതാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അപ്പോൾ അതിന് ഏറ്റവും ഫസ്റ്റായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് അതിലൂടെ ദൈവം അനുഗ്രഹം തരും നമുക്ക് എന്തായാലും. നെടുപുഴ സെന്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് ഇടവകയിലെ അംഗമായ സിജോ ചീനിക്കൽ ആണ് വീടിന്റെ നിർമ്മാണ ജോലികൾ ഏറ്റെടുത്ത് 90 ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കിയത്. ഞാൻ നെടുപുഴ ഇടവകം തന്നെയാണ്. അപ്പോൾ പാവപ്പെട്ടവർക്ക് വേണ്ടി ഇങ്ങനെ ഒരു വീട് പണിത് കൊടുക്കേണ്ട ആശയം വന്നപ്പോൾ അവിടുന്ന് കമ്മിറ്റിക്കാരും ഒരു എൻ്റെ അടുത്തേക്ക് വന്ന് കാര്യം അവതരിപ്പിച്ചിരുന്നു. അപ്പോൾ നമ്മളാൽ പറ്റാവുന്നത് നമ്മൾ ചെയ്തു കൊടുക്കാം എന്നൊരു ഇതിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഒരു 100 ദിവസത്തെ പരിപാടിക്കുള്ളിൽ തീർക്കാനുള്ള ഒരു ഇതിലായിരുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. സെപ്റ്റംബർ 13-ാം തീയതിയാണ് നമ്മൾ ഇതിന് കുറ്റിയടിച്ച് ആരംഭിച്ചത്. അതിൽ പിന്നെ നമുക്ക് ചില ഭാഗങ്ങളിൽ തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പം എന്നെ സംബന്ധിച്ചാണെങ്കിൽ എൻ്റെ അപ്പച്ചൻ മരിച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഒരു 2 ആഴ്ചയോളം നമുക്ക് ഗ്യാപ്പ് വന്നു. എന്നാലും നമുക്ക് പരമാവധി എല്ലാ കാര്യങ്ങളും പറഞ്ഞ സമയത്ത് തന്നെ നമുക്ക് തീർക്കാനായിട്ട് സാധിച്ചു. എല്ലാ കാര്യങ്ങൾക്കും അച്ഛനായാലും ഇപ്പോൾ കൈക്കാരന്മാരായാലും കമ്മിറ്റിക്കാരും എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് എന്ത് ആവശ്യങ്ങൾ വന്നാലും പറഞ്ഞാലും വരാനും എല്ലാ കാര്യങ്ങൾക്കും അവർ സമീപിച്ചിരുന്നു. ഇപ്പോൾ സാമ്പത്തികമായാലും ആവശ്യങ്ങൾക്കും ബാക്കി എല്ലാ ആവശ്യങ്ങൾക്കും അവരിവിടെ നമ്മൾ വിളിക്കുമ്പോഴേക്കും നമ്മളൊപ്പം വർക്കിന് വന്നിരുന്നു. അതുപോലെ തന്നെ നമ്മളോടൊപ്പം കുറച്ച് വർക്കേഴ്സ് ഉണ്ട്. അവരും ഈ കാര്യം പറഞ്ഞപ്പോൾ നമുക്ക് പരമാവധി എല്ലാവരും ഇപ്പോൾ ഓവർ ടൈം ആയാലും നൈറ്റ് നിന്നായാലും നമുക്ക് എല്ലാ വർക്കുകളും ചെയ്ത് ഇപ്പോൾ ഇന്ന് ഈ നിമിഷം വീട് ഇങ്ങനെ പൂർത്തിയാക്കി നമുക്ക് തന്നു. അതിനിപ്പോൾ നമ്മളോട് സഹകരിച്ച പണിക്കാർക്കും ഇവിടെ ഉള്ളവർക്കും ഒപ്പം നന്ദി പറയാണ്. ഇത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാൻ സഹായിച്ച ദൈവത്തിന് നന്ദിയും കൂടി പറയുന്നത്. ഇടവകയിൽ സ്വന്തമായി ഭൂമിയും വീടുമില്ലാതെ വാടകയ്ക്ക് കഴിയുന്ന പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു കുടുംബത്തിന് ഫെബ്രുവരി 1 മുതൽ വീട് താമസിക്കാൻ നൽകുമെന്ന് വികാരി ഫാദർ ജോബ് പടയാട്ടിൽ പറഞ്ഞു. അപ്പോൾ അങ്ങനെ നാനാജാതി മതസ്ഥരുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് നമുക്കിപ്പോൾ ഒരു ഭവനം ഇവിടെ വന്നിരിക്കുന്നത്. ഈ ഭവനം നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇനിയും അപേക്ഷ ക്ഷണിച്ച് ഇടവകയിലുള്ള വീടില്ലാത്ത ആളുകളിൽ നിന്ന് 5, 6, 7 ആളൊക്കെയാണ് നമ്മുടെ ഇടവകയിലുള്ളത്. അവരിൽ നിന്ന് അപേക്ഷ സ്വീകരിച്ച് ഏറ്റവും അർഹരായിട്ടുള്ള ആളുകളെ നമ്മൾ തന്നെ കണ്ടെത്തുന്നതിന് കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റി കണ്ടെത്തി അവർക്കായിരിക്കും ഫെബ്രുവരി 1 മുതൽ ഇവിടെ താമസിക്കാനായിട്ട് നമ്മൾ അവർക്ക് വളരെ സൗജന്യമായിട്ടുള്ള ഒരു നിരക്കിൽ ചെറിയൊരു വാടക പോലെ, അതെന്താണെന്ന് വെച്ചെങ്കിൽ അത് ഭംഗിയായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ അവർക്ക് 11 മാസത്തേക്കാണ് കരാറായിട്ട് എഴുതി കൊടുക്കുക. അങ്ങനെ ഒരു കുടുംബത്തിന് കൊടുക്കാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നു. പള്ളിയുടെ പേരിലാണ് ഇതിൻ്റെ സ്ഥലവും ആധാരവും ഒക്കെ ഉള്ളത്. സെപ്റ്റംബറിൽ ആരംഭിച്ച ആലോചനകൾക്കും അന്വേഷണങ്ങൾക്കും ഒടുവിൽ സ്ഥലം ലഭിച്ച് വീടുപണി ആരംഭിച്ച് 3 മാസം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിഞ്ഞു. ഉണ്ണീശോയ്ക്കൊരു പുൽക്കൂട് എന്ന പേരിൽ ഒരുക്കിയ ഭവനത്തിന്റെ ആശീർവാദം വികാരി ഫാദർ ജോബ് പടയാട്ടിൽ നിർവഹിച്ചു. ഇടവക കൈക്കാരന്മാരും കൺവീനർമാരും ഇടവകാംഗങ്ങളും സന്നിഹിതരായിരുന്നു. മുണ്ടൂർ മൗണ്ട് കാർമൽ ഇടവക അസിസ്റ്റന്റ് വികാരി ഫാദർ ഗോഡ്വിൻ കിഴക്കൂടൻ ക്രിസ്തുമസ് കേക്ക് മുറിച്ച് പങ്കുവച്ചു. കൈപ്പറമ്പ് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KB ദീപക് ചടങ്ങിൽ പങ്കെടുത്തു. ഇടവക കൈക്കാരന്മാരായ ഷാൻഡോ ചീനിക്കൽ, റോജൻ വെളിയന്നൂക്കാരൻ, ജെൻസൺ ചീനിക്കൽ, മെൽവിൻ ബാബു എന്നിവരുടെയും പ്രിൻഡോ പോൾസൺ, ജിഷോ വെളിയന്നൂക്കാരൻ എന്നിവരുടെയും നേതൃത്വത്തിൽ വിവിധ കമ്മിറ്റികളായാണ് ഉണ്ണീശോയ്ക്കൊരു പുൽക്കൂട് ഭവന നിർമ്മാണം പൂർത്തിയാക്കിയത്. ക്രിസ്തുമസിന് 10,000-ങ്ങളും ലക്ഷങ്ങളും ചെലവഴിച്ച് പുൽക്കൂടുകൾ ഒരുക്കുന്നതിനേക്കാൾ ഭവനമില്ലാതെ കഷ്ടപ്പെടുന്നവരെ സഹായിക്കണമെന്നാണ് ഫാദർ ജോബ് പടയാട്ടിൽ പറയുന്നത്. കഴിഞ്ഞ വർഷം തിരുനാളിനോടനുബന്ധിച്ച്
ഇടവകയിലെ പാവപ്പെട്ട കിഡ്നി രോഗിക്ക് ചികിത്സാ സഹായധനം കണ്ടെത്തുന്നതിനായി തിരുനാൾ ദിനത്തിൽ പള്ളിമുറ്റത്ത് കാരുണ്യത്തിന്റെ കപ്പലണ്ടിക്കട ഒരുക്കി ശ്രദ്ധ നേടിയ വ്യക്തിയാണ് ഫാദർ ജോബ് പടയാട്ടിൽ.